നമസ്കാരം, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നത് ഒരു സോർബയുമായിട്ടാണ് കേട്ടോ. സോർബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ വിഭാഗത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ പാലൊന്നും ഉണ്ടാവില്ല, ഓൺലി ഫ്രൂട്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രൂട്ടിന്റെ പൾപ്പ് കൊണ്ടാണ് സോർബേസ് ഉണ്ടാക്കുക. പൊതുവെ സോർബേസ് കിട്ടുന്ന കുറച്ച് പുളിയുള്ള ടൈപ്പുള്ള ഫ്രൂട്ട്സ് കൊണ്ടാണ് നമ്മൾ സോർബേസ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നത് ഒരു പൈനാപ്പിളിന്റെ സോർബയുമായിട്ടാണ്. വളരെ ഈസി റെസിപ്പിയാണ്. പിന്നെ ഇത് ഷുഗർ ഉള്ള ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാം. കാരണം ഞാൻ ഇതിൽ ഒട്ടും തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിനി വീഡിയോ. പൈനാപ്പിൾ സോർബ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല മധുരമുള്ള ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതാണ്. ഇനി ഈ ഫ്രീസറിൽ വെച്ചതിനേക്ക് ഞാനൊരു പീസാക്കി ഒരു 2 മിനിറ്റ് പുറത്ത് വെച്ചപ്പോൾ അതൊക്കെ പീസായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല ബ്ലെൻഡറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പോസിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊടിയായി കിട്ടും. നമുക്ക് അതൊന്ന് കുറച്ചിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊന്നും ഇടേണ്ട ഒരാവശ്യവുമില്ല ഇതില്. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പീസായിട്ട് അതൊരു ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർക്കാം. അപ്പൊ ഞാനത് എഗെയിൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്ലെൻഡ് ചെയ്യാനുള്ള എളുപ്പപ്പണി കുറച്ചു നേരം പോസിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിനെ ഇനി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇതിനെ നമുക്ക് സോർബ ആയതുകൊണ്ട് ഫ്രീസറിൽ വെക്കണം. ഒരു 2 മണിക്കൂർ നമുക്ക് അതിനെ ഒന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടി ആവരുത് കേട്ടോ. കട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഇനി നമുക്ക് അതിനെ ഒന്നും കൂടി എടുത്ത് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുന്നതോറുമാണ് പൊതുവെ ഐസ്ക്രീംസും ഈ സോർബയൊക്കെ സോഫ്റ്റ് ആയി വരിക. അപ്പൊ നമ്മൾ ഇതിനെ എഗെയിൻ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത് ആദ്യം ബ്ലെൻഡ് ചെയ്ത മാതിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ബ്ലെൻഡ് ചെയ്യാനുള്ള എളുപ്പ മാർഗം എന്താന്ന് പറഞ്ഞാൽ പോസിൽ വെക്കുക ഒരു 2 മിനിറ്റ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ബ്ലെൻഡ് ആയി കിട്ടും. നല്ല ക്രീമി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് സുഖമായി ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനത്തെ ക്രീമിനെസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോർബെ ഉപയോഗിക്കാം. പക്ഷെ ഐസ്ക്രീം വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് സോർബെ ഫ്രീസ് ചെയ്ത് തണുത്താണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുക. ഒരുപാട് തണുപ്പ് പറ്റാത്ത ആൾക്കാർക്ക് ഈ സ്റ്റേജിൽ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാനിത് എഗെയിൻ ഒരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ലെവൽ ചെയ്തിട്ട് നല്ലൊരു പൈനാപ്പിളിന്റെ ടേസ്റ്റും ഇതുമൊക്കെ ആയിട്ട് നല്ലൊരു സോർബെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പാലിന് പറ്റാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പൊ ഇതിനെ ഒരു സ്കൂപ്പർ എടുത്തിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. കറക്റ്റ് ടെക്സ്ചർ ഒക്കെ ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ പാലില്ല, ഷുഗർ ഇല്ല. വളരെ ഹെൽത്തി ആയിട്ട് ഓൺലി ഫ്രൂട്ട് മാത്രമേ നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സോർബേസിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ അതിനെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇത്ര തണുപ്പ് വേണ്ടാത്തവർക്ക് ഒരു 2 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല ക്രീമി ആയിട്ട് വരും. ഇനി അതിൽ കുറച്ച് ഹണിയും കൂടിയിട്ട് ടോപ്പ് ചെയ്യാം. അപ്പൊ മധുരം കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ഇതിൽ കുറച്ചും കൂടി ഹണി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താലും സൂപ്പറായി ചേരും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.